ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ലോകത്തിൻ്റെയും അതിലുള്ള സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ് വചനമാം ദൈവം യേശു ഈ ലോകത്തിലേക്ക് ഒരു ശിശുവായി ഭൂജാതനാകുവാൻ തിരഞ്ഞെടുക്കുന്ന പുൽത്തൊട്ടി. എന്തായിരിക്കും ഇങ്ങനെയൊരു സ്ഥലം, കന്നുകാലികളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു തൊഴുത്ത് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കാം ആ തണുപ്പുള്ള രാത്രിയിൽ ആരും തിരിഞ്ഞു നോക്കുവാൻ പോലും മെനക്കെടാത്ത നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന പുൽക്കൂട്ടിലൂടെ സ്വർഗം ഭൂമിയെ സ്പർശിക്കുവാൻ ദൈവം തീരുമാനിച്ചത്? താഴ്മയുടെയും ലാളിത്യത്തിൻ്റെയും ആഴമുള്ള അടയാളം പുൽക്കൂട്. കൊട്ടാരങ്ങളിലോ മണിമാളികകളിലോ രാജമന്ദിരങ്ങളിലോ അല്ല, ആഡംബരത്തിലല്ല, മറിച്ച് ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വരുവാൻ തിരഞ്ഞെടുക്കുന്നത് ആ കന്നുകാലികളുടെ മണമുള്ള ഒരു തൊഴുത്താണ്. കടത്തിണ്ണകളിലും ആരും കിടക്കുവാൻ ഇഷ്ടപ്പെടാത്ത, എന്നാൽ ആരും ഉപദ്രവിക്കുവാൻ വരാത്ത സ്ഥലങ്ങളിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട ദരിദ്രരോടും സ്വന്തക്കാരാലും നാട്ടുകാരാലും അവഗണിക്കപ്പെട്ടവരോടും ദൈവം എത്ര അടുത്തിരിക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് അത്. കിരീടങ്ങളോ സിംഹാസനങ്ങളോ ഇല്ലാത്ത, അധികാരത്തിൻ്റെ ഭാഷയില്ലാത്ത, മത്സരത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ ഇല്ലാത്ത, ഈ ലോകത്തിൻ്റെ തിക്കും തിരക്കുമില്ലാത്ത നിശബ്ദമായ പുൽക്കൂട്. നാം എല്ലാവരും സമ്പത്തിനെയും ആഢ്യത്വത്തെയും മഹത്വമായി കണക്കാക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന ലാളിത്യത്തിൻ്റെ പര്യായമായ പുൽക്കൂട്. നമ്മുടെ ബുദ്ധിക്ക് അപ്രതീക്ഷിതമായ ആ തിരഞ്ഞെടുപ്പിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എൻ്റെ സാന്നിധ്യം ആഡംബരത്തിലല്ല, മറിച്ച് താഴ്മയിലാണ് ഞാൻ വസിക്കുന്നത് എന്ന്. എൻ്റെ നിങ്ങളോടുള്ള സമീപനം കൽപ്പനയോടും ശക്തി പ്രകടനത്തോടുമല്ല, മറിച്ച് സ്നേഹത്തോടെയാണ് എന്നത്. താഴ്മയുടെ പര്യായമായ ആ പുൽക്കൂട് നമ്മോട് ചോദിക്കുന്നുണ്ടാകാം, നമ്മുടെ ഹൃദയങ്ങളിൽ അഹങ്കാരത്തിൻ്റെ മതിലുകളാണോ നാം കെട്ടിപ്പൊക്കുന്നത്, അതോ വിനയത്തിൻ്റെ വാതിലുകളാണോ നാം തുറന്നിടുന്നത് എന്ന്. സ്നേഹം കൊണ്ടും പരസ്പരം സഹായിക്കുവാനും ഉള്ളതിൽ നിന്നുകൊണ്ട് ആവശ്യക്കാർക്കൊരു കൈത്താങ്ങാകുവാനും, അങ്ങനെ ലാളിത്യവും സ്നേഹവും കൊണ്ട് അലങ്കരിച്ച ഒരു പുൽക്കൂടായി നമ്മുടെ ജീവിതം മാറുമ്പോൾ, അങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഇന്ന് വീണ്ടും ജനിക്കുന്നു. അവൻ്റെ മുഖകാന്തി കാണുവാൻ ആ ആട്ടിടയരെ പോലെ, ആ വിദ്വാൻമാരെ പോലെ അവനെ വന്ദിക്കുവാനും ആരാധിക്കുവാനും വീണ്ടും നമ്മുടെ ഈ മനുഷ്യായുസ്സിൽ ഒരു ക്രിസ്മസ് ദിനം വന്നു ചേർന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിൻ്റെ ജന്മദിനം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.